അത് മുഖ്യമന്ത്രി ഇപ്പോൾ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. വർഷം തോറും കഴിച്ചു വരാറുള്ള ആണ്ട് നേർച്ച എന്നൊക്കെ പറയുന്നത് മാതിരി എല്ലാ വർഷവും പൊന്നാനി തീരദേശത്തുണ്ടാകുന്നൊരു പ്രശ്നമാണിത്. മഴക്കാലം വന്നാൽ ഈ വേലിയേറ്റവും കടലാക്രമണവും തീരശോഷണവും അത് ഇവിടെ ഒരു തുടർക്കഥയാണ്. പതിറ്റാണ്ടുകളായിട്ട് ഇത് ഇത്തരത്തിലാണുള്ളത്. ഇപ്പോൾ ഈ വർഷത്തെ കെടുതികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഭീഷണി എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു 50 മീറ്റർ വീതിയിലുള്ള പ്രദേശമെങ്കിലും കടലെടുത്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞ ഒരു 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 1.5 ദശകത്തിനിടയിൽ കടൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പൊന്നാനി തീരദേശം എന്നൊന്നും ഉണ്ടാവുകയില്ല. ഇത് നേരെ ഹൈവേ വരെ കടൽ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത്. ഇതൊരു ശാശ്വത പരിഹാരമാണ് ഇതിന് വേണ്ടത്. അത് ഒരു കടൽ ഭിത്തിയാണ് ഇതിന് വേണ്ടത്. കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി നിയോജകമണ്ഡലത്തിലെ തീരദേശം. അവിടെ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഭാഗികമായെങ്കിലും ഇത്തരത്തിലൊരു കല്ല് കൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു കടൽ ഭിത്തി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഈ ബജറ്റിൽ 3 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തുകയും മിച്ചം വരുന്ന തുക നബാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെയുള്ള കടൽ ഭിത്തി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു DPRൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. DPR അന്തിമമായാൽ നബാർഡിൻ്റെ പ്രപ്പോസലിൽ അത് ഉൾപ്പെടുത്തി ഇവിടെ ഒരു കടൽ ഭിത്തി ഉണ്ടാക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ അതിൽ 1 വർഷത്തിലധികം എടുക്കും. അതിൻ്റെ പണി പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു 2 വർഷം എടുക്കും. അത്രയും കാലം തീരദേശവാസികളെ ഇങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കുക വയ്യ എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ മൺസൂൺ കാലത്ത് തന്നെ ഈ വിഷയത്തിലൊരു ഇടപെടൽ നടത്താൻ ചില കമ്പനികളെയൊക്കെ വ്യക്തിഗതമായിട്ട് MLA എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരുടെ CSR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ഒരു കടൽ ഭിത്തി പണിയാനുള്ളൊരു സാഹചര്യം ചെറിയ തുകകളാണ് കിട്ടുമെങ്കിൽ പോലും 1 കോടിയിൽ താഴെയുള്ളൊരു തുകയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടിയാലുടൻ 1 മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് ഇപ്പോഴുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടലും ഒരു പരിഹാരവും. അതിനുള്ള പണികളും പ്രവൃത്തികളും പുരോഗമിക്കുന്നു. 1 മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു താൽക്കാലികമായൊരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടലെടുത്ത് പൂർണ്ണമായും തകർന്ന വീടുകളിലെ കുടുംബങ്ങൾ പലരും വാടക വീടുകളിലേക്കാണ് താമസം മാറിയിട്ടുള്ളത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള വല്ല പദ്ധതിയും അല്ല, ഇവിടെ പുനരുദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ പുനർഗേഹം പദ്ധതികൾ അതിൻ്റെ ഭാഗമാക്കാൻ ഇവരെ എങ്ങനെ അതിൻ്റെ ഭാഗമാക്കാൻ പറ്റുമെന്നുള്ളത് മുനിസിപ്പാലിറ്റിയായിട്ട് ഈ തിങ്കളാഴ്ച നാളെ തന്നെ ഞാൻ ചർച്ച നടത്തുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർമാനുമായിട്ട് കൂടി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ നിലവിലുള്ള പുനർഗേഹം തന്നെ നമ്പർ കിട്ടാതെ പലതരത്തിലുള്ള നിയമക്കുരുക്കുകൾ, അവിടുത്തെ സാനിറ്റേഷൻ പ്രശ്നം, സെപ്റ്റിക് ടാങ്ക് പ്രശ്നം, അതിൻ്റെയൊക്കെ കറണ്ടിൻ്റെ ബില്ലടക്കാൻ ആളില്ല, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ തീരദേശത്ത് മാറ്റി താമസിക്കേണ്ടി വന്ന ആളുകൾക്ക് താൽക്കാലികമായി വാടക വീടുകളിൽ താമസിക്കാനും അതിൻ്റെ വാടക ഒടുക്കാനൊക്കെയുള്ള സർക്കാരേതര കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കുന്നത്. സർക്കാർ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴേക്കും അവർ അടുത്ത വാടക വീട്ടിലേക്ക് മാറാൻ സമയമാവും എന്നുള്ളതുണ്ട്. ഇതൊക്കെ മണിക്കൂറുകൾ കൊണ്ട് ഇടപെടേണ്ട വിഷയങ്ങളാണ്. അത്തരം വീടുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നാളെ തന്നെ ആ വീട്ടുകാരുമായി സമ്പർക്കം പുലർത്തി നിലവിലുള്ള വാടക വീട്ടിൽ അവർക്കൊരു 2 മാസമെങ്കിലും കഴിയാനുള്ളൊരു സാഹചര്യം ഒരു നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഉണ്ടാക്കുവാൻ ഞാൻ മുൻകൈ എടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഹാർബർ എഞ്ചിനീയറിംഗ്, ഇറിഗേഷൻ പോലുള്ള വകുപ്പുകളാണ്, സർക്കാർ വകുപ്പുകളാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളല്ല. അവരുടെ ഒരു DPR ആണ്. നമ്മൾ അതിൻ്റെ ഒരു മുറപ്രകാരം മൂവ് ചെയ്ത് അത് നബാർഡിൻ്റെ ഈ വർഷത്തെ അലോക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള മഴക്കെടുതികളൊക്കെ രൂക്ഷമാവുന്ന സമയത്ത് സൽക്കാരം കൊണ്ട് നടക്കുകയാണെന്നൊരു വിമർശനം CPM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് വെക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സമയത്ത്
അല്ലെങ്കിൽ മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി ഇപ്പോൾ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. ഇതിലൊന്നും അങ്ങനെ പൊളിറ്റിക്സ് പറയുമ്പോൾ ഈ പൊന്നാനി തീരദേശത്തെ കാര്യം പറഞ്ഞാൽ ഇത് 20 കൊല്ലമായിട്ട് ഇവിടെ CPM-ൻ്റെ MLA ആയിരുന്നു. 10 വർഷമായിട്ട് CPM ആണ് ഭരിച്ചത്. ഞാനിതുവരെ അവരെ കുറ്റപ്പെടുത്തിയൊരു വാചകവും ബോധപൂർവം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു സമയമല്ലേ ഇത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദി അവരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അവർക്ക് ഇതിനെ എതിർക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇതിലൊരു പൊളിറ്റിക്സ് കടത്തുന്നില്ല. വളരെ പ്രയാസപ്പെട്ട് ജനം ഇവിടെ നിൽക്കുകയാണ്. അവരതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ പൊളിറ്റിക്സ് പറയാൻ തുടങ്ങിയാൽ നമ്മളും പൊളിറ്റിക്സ് പറയും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഇങ്ങനെ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി പൊന്നാനിയിൽ എത്തിയിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ വേണ്ടി തയ്യാറായില്ലല്ലോ എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇന്നലെയൊക്കെ ഈ വീടുകൾ തകർന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ മലബാറിൽ അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ടായിരുന്നു. ശിഹാബ് തങ്ങൾ അനുസ്മരണം ഉണ്ടായിരുന്നു. ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കോൺവക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതിർന്ന സഹപ്രവർത്തകനും അദ്ദേഹം ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഹരിദാസിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് ഉച്ചഭക്ഷണം വെച്ചു. പ്രമുഖ ഒരു യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള പൊന്നാനിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന അഹമ്മദ് ബാഫഖി തങ്ങളുടെ വീടാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ അതിലേക്ക് എന്ത് ആർഭാടമാണ് ഇവർ കാണാൻ ശ്രമിക്കുന്നത്? അതെങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ അനൗചിത്യമാവുന്നത്? അപ്പോൾ ഇതൊക്കെ കൃത്യമായി പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് രാഷ്ട്രീയമായ ഒരു ആത്മരതി അനുഭവിക്കാം എന്നല്ലാതെ ഏതെങ്കിലും വിഷയത്തിനൊരു പരിഹാരമാവുമോ? അവർ മുഖ്യമന്ത്രി ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഏർപ്പാടാക്കിയോടെ അവിടെ അദ്ദേഹം കയറിയതേ ഉള്ളൂ. അദ്ദേഹം ഹരിദാസിനെ കാണുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം പൊന്നാനിയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം സൗകര്യമില്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ഉച്ചഭക്ഷണം ഏർപ്പാടാക്കി ഹരിദാസിൻ്റെ സുഹൃത്തായ ഇവിടുത്തെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായ അഹമ്മദ് ബാഫഖി തങ്ങൾ, അദ്ദേഹവും നേതാവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയെന്നുള്ളൂ. അതിൽ എന്താ അനൗചിത്യം? അവിടെ എന്താണ് അതിനകത്തൊരു അസാംഗത്യം? എന്താണ് അതിൻ്റെ അസ്വാഭാവികത? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കാര്യങ്ങൾ യഥാവിധി നോക്കി കാണുന്നവർക്കും മനസ്സിലാവുകയില്ല.